ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് നമ്മുടെ വില കളയാവുന്ന 5 കാര്യങ്ങളെക്കുറിച്ചാണ്. വില കെട്ടത് സംസാരിച്ചാൽ നമ്മുടെ വില കെട്ടുപോകും. അത് ദൈവവചനം കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. വില കെട്ടതൊന്നും പറയാതിരുന്നാലാണ് നമുക്ക് നമ്മുടെ നാവ് ദൈവത്തിൻ്റെ നാവ് പോലെ ആയിത്തീരുന്നത്. വിലയുള്ളവരായിട്ട് നാം മാറുക. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് അദ്ദേഹം പങ്കുവെച്ച ഒരു കാര്യമുണ്ട്. സാധാരണ നമ്മൾ ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോൾ ഒരു പരിശോധനയുടെ ഭാഗമായിട്ട് ചില കേസിലൊക്കെ ഡോക്ടർമാർ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് വാ തുറക്കുക, നാവ് നീട്ടുക, എന്നിട്ട് ലൈറ്റ് അടിച്ചൊക്കെ വായിലേക്ക് നോക്കുന്നത് കാണാൻ പറ്റും. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പറയാണ്, അവരുടെ നാവ് കണ്ടാൽ അവരുടെ വായിലേക്ക് നോക്കിയാൽ പലതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവരുടെ രോഗകാരണം. അതുകൊണ്ട് തന്നെയാണ് ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, ഇഫ് യുവർ മൗത്ത് ഈസ് അഗ്ലി ഹു കെയർസ് ഫോർ യുവർ ബ്യൂട്ടി. നിന്റെ വാ ശരിയല്ലെങ്കിൽ, നിന്റെ സംസാരം ശരിയല്ലെങ്കിൽ ആരാണ് നിന്റെ സൗന്ദര്യത്തിന് വില കൽപ്പിക്കുക? ബാഹ്യമായ സൗന്ദര്യത്തെക്കാൾ, ചർമ്മകാന്തിയേക്കാൾ വളരെ വളരെ വിലപ്പെട്ട ഒരു കാര്യമാണ് നല്ല സംസാരം. സംസാരിക്കാൻ പഠിക്കുക എന്നുള്ളത്, സൗമ്യമായ സംസാരം, അതിനെല്ലാം വലിയ വിലയുണ്ടെന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഏതാനും ചില കാര്യങ്ങൾ വചന വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് ഈ വിഷയം ആഴത്തിലൊന്ന് പഠിച്ചിരിക്കുന്നത് വളരെ നല്ലതാണ്. ആദ്യമായിട്ട് തന്നെ നമ്മൾ ചിന്തിക്കേണ്ടത്, വില കെട്ടവ പറയാത്തവരുടെ വില അമൂല്യമാണ്. ഇത് വചനം നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. വില കെട്ടതൊന്നും പറയാത്തവരുടെ വില അമൂല്യമാണ്. ജെറമ്യായുടെ പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്നതാണ്. നീ വില കെട്ടതൊന്നും സംസാരിക്കാതെ സത്വചനങ്ങൾ മാത്രമാണ് സംസാരിക്കുന്നതെങ്കിൽ നിന്റെ നാവ് എൻ്റെ നാവ് പോലെയാവും. അപ്പോൾ ആ നാവിൻ്റെ വില, ആ നാവിൻ്റെ ശക്തി നമുക്കറിയാമല്ലോ. ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു, ഉണ്ടായി. അതാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 3 മുതൽ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നൊരു കാര്യം. അത്ര ശക്തിയുണ്ട് വാക്കിന്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, വില കെട്ടതൊന്നും പറയാതെ സത്വചനങ്ങൾ, നല്ലത് മാത്രമാണ് നീ സംസാരിക്കുന്നത് എങ്കിൽ നിന്റെ നാവ് എൻ്റെ നാവ് പോലെയാകും. യാക്കോസ്ലിയ 3-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നത്, പല വിധത്തിൽ നമുക്ക് പാപം ചെയ്യാം, പല രീതിയിൽ നാം പാപം ചെയ്യുന്നവരാണ്, എങ്കിലും സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏതൊരുവനും പരിപൂർണനാണ്. പരിപൂർണത, ആത്മീയ വളർച്ച ആഗ്രഹിക്കുന്നവര് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സംസാരം. വില കെട്ടതൊന്നും സംസാരിക്കാതിരിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കും. എഫേസ്യസ് 4-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, സന്ദർഭോചിതമായി സംസാരിക്കുന്നവരാണെങ്കിൽ അവരുടെ ശ്രോതാക്കൾക്ക് അതുകൊണ്ട് വലിയ നേട്ടമുണ്ടാകും. നമ്മളെ കേൾക്കുന്നവർ അവർക്ക് ആത്മീയ ചൈതന്യം ഉണ്ടാകുന്ന രീതിയിൽ സംസാരിക്കാൻ നമുക്ക് സാധിക്കണം. അവരുടെ മനസ്സിടിയുന്ന, അവരുടെ ജീവൻ അപഹരിക്കുന്ന രീതിയിൽ ഒന്നും പറയരുത്, ഒരു വാക്ക് നമ്മൾ ഉപയോഗിക്കരുത് എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. രണ്ടാമതായിട്ട് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്, നാവ് അതിൽ തന്നെ നല്ലതോ ചീത്തയോ അല്ല. സാധാരണ നമ്മൾ പറയാറുള്ളൊരു കാര്യമാണ്, ഒരു കത്തി, എ നൈഫ് ഇൻ ഇറ്റ് സെൽഫ് ഈസ് നീദർ ഗുഡ് ഓർ ബാഡ്. അതിൽ തന്നെ അത് നല്ലതോ ചീത്തതയോ ആകുന്നില്ല. അതിൻ്റെ ഉപയോഗം, നമുക്ക് വേണമെങ്കിൽ നല്ല കാര്യത്തിന് വേണ്ടി ഒരു കത്തി ഉപയോഗിക്കാം. വേണേ തൂങ്ങിച്ചാകാൻ തുടങ്ങിയ ഒരാൾ വേണേ ആ കയറ് കണ്ടിച്ചു വിടാം, അവരുടെ ജീവൻ അതിലൂടെ രക്ഷിക്കാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ ഭക്ഷണം കുക്ക് ചെയ്യുന്നതിന് വെജിറ്റബിൾസ് അരിയാൻ പറ്റും കത്തി കൊണ്ട്. അതൊക്കെ നല്ല കാര്യങ്ങളാണ്. പക്ഷേ വേണമെങ്കിൽ ഈ കത്തി കൊണ്ട് ഒരാളെ കുത്തിക്കൊല്ലാം, അവർക്ക് വേദന ഉണ്ടാക്കാം, അവരുടെ ജീവൻ അപഹരിക്കാം. നമ്മൾ എന്ത് ചെയ്യുന്നു, എന്തിന് അത് ഉപയോഗിക്കുന്നു, അതനുസരിച്ച് നല്ലതോ ചീത്തയോ ആയി അത് മാറുന്നു. ഇതുപോലെ തന്നെയാണ് നമ്മുടെ നാവ്, നമ്മുടെ സംസാരം എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. 2 വചനങ്ങൾ എടുക്കുമ്പോൾ, ഒന്ന് സുഭാഷിതങ്ങൾ 18-21, അതുപോലെ തന്നെ പ്രഭാഷകന്റെ പുസ്തകം 28-13. ഈ യാഥാർത്ഥ്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത്, നിന്റെ സംസാരം കൊണ്ട്, നിന്റെ നാവ് കൊണ്ട് വേണമെങ്കിൽ ജീവൻ കൊടുക്കാം, വേണമെങ്കിൽ ജീവൻ അപഹരിക്കാം. രണ്ടിനും സാധ്യതയുണ്ട്. എൻ്റെ സംസാരം കൊണ്ട് ഒരാളെ കൊല്ലണമെങ്കിൽ കൊല്ലാം, ഒരാൾക്ക് ജീവൻ കൊടുക്കണമെങ്കിൽ കൊടുക്കാൻ സാധിക്കും. അതാണ് ഈ 2 വചനഭാഗങ്ങളും നമ്മെ ഓർമ്മിപ്പിക്കുക. പ്രഭാഷകൻ 28-12-ാമത്തെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്,
ഊതിയാൽ തീപ്പൊരി ജ്വലിക്കും, തുപ്പിയാൽ അത് കെട്ടുപോകും. രണ്ടും ഒരേ വായിൽ നിന്ന് വരുന്നു. ഒന്ന് തീ ഉണ്ടാക്കാൻ, മറ്റേത് തീ കെടുത്താൻ സഹായിക്കുന്ന കാര്യമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സംസാരം കൊണ്ട് ജീവൻ കൊടുക്കാൻ സാധിക്കും, ജീവൻ എടുക്കാനും സാധിക്കും. ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ വിലകെടുത്തുന്ന സംസാര രീതികൾ. ഒരു 5 കാര്യങ്ങൾ നമ്മുടെ വിലകെടുത്തുന്ന കാര്യങ്ങളാണ് എന്നുള്ളത് നാം തിരിച്ചറിയണം. ഒന്നാമത്തേതാണ് അസഭ്യ ഭാഷണം, അശ്ലീല സംഭാഷണം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ വിലകെടുത്തുന്ന കാര്യങ്ങളാണ് എന്നുള്ളത് നാം തിരിച്ചറിയണം. പ്രഭാഷകൻ 23:13 വചനം പഠിപ്പിക്കുന്നത് അസഭ്യ ഭാഷണം ശീലിക്കരുത്. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ തെറി പറയുന്നത്. ചിലർക്കത് ഏതാണ്ട് ഭാഷണമായി മാറിയിരിക്കുക. വചനം പറയുന്നത് ഒരിക്കലും ഇത് ശീലിക്കരുത്, ഇത് നിനക്ക് യോജിച്ച ഒരു സംസാര രീതി അല്ല. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അത് പാപമാണ്. പ്രഭാഷകൻ 8-4 വചനം പറയുന്നുണ്ട്, സംസ്കാരശൂന്യനോട് അധികം അടുക്കരുത്. ഇത്തരം പറയുന്ന അശ്ലീലം സംസാരിക്കുന്നത് സംസ്കാരമുള്ളവരുടെ ഒരു പരിപാടിയാണോ? അല്ല, സംസ്കാരശൂന്യര്. അതുകൊണ്ട് ആ രീതിയിൽ സംസാരിക്കുന്ന വ്യക്തികളോട് അടുത്ത് അവർ ചെയ്യുന്ന അതേ കാര്യത്തിലേക്ക് നീ പോകരുത് എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് നുണ പറയുന്നത്. പ്രഭാഷകൻ 20:24-25 വചനങ്ങൾ എടുത്താൽ അവിടെ പറഞ്ഞിരിക്കുന്നത് നുണ വികൃതമായ കറയാണ്, അജ്ഞന്റെ അധരത്തിൽ അതെപ്പോഴും ഉണ്ടാവും എന്ന് പറഞ്ഞാൽ വിവരമില്ലാത്തവനെ നുണ പറയത്തുള്ളൂ. ഒരു ആത്മീയതയുള്ള വ്യക്തിയാണെങ്കിൽ എന്ത് സഹിച്ചും സത്യത്തെ മുറുകെ പിടിക്കാൻ നോക്കും. അതില്ലാത്തവരാണ് ഏത് നുണ പറഞ്ഞിട്ടാണേലും എൻ്റെ കാര്യം നടത്തിയെടുക്കണം, എനിക്ക് നേട്ടമുണ്ടാകണം എന്ന് ചിന്തിക്കുന്നത്. ഇവരുടെ രണ്ടുപേരുടെയും, നുണയൻ്റെയും കള്ളൻ്റെയും അന്ത്യം നാശമായിരിക്കും എന്നുള്ളത് ഈ വചനഭാഗം തുടർന്ന് വായിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. പ്രഭാഷകൻ 20-24-25 വചനങ്ങൾ. ജ്ഞാനത്തിന്റെ പുസ്തകം 1-11 വചനം പറയുന്നുണ്ട്, നുണ പറയുന്ന നാവ് ആത്മാവിനെ നശിപ്പിക്കും. ആ നാശം ഏറ്റെടുക്കാതിരിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടവരാണ്. മൂന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് വൻപ് പറയുന്നത് നമ്മുടെ വിലകെടുത്തുന്ന കാര്യമാണ്. വൻപ് പറച്ചിൽ. 1 കൊരിന്തോസ് 5-6 വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ്, ആത്മപ്രശംസ ഒട്ടും നന്നല്ല, അത് പാപമാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 7-2 വചനത്തിൽ ദൈവം സൂചിപ്പിച്ച ഒരു കാര്യം, നിങ്ങൾ ഇത്രയും പേരൊന്നും വേണ്ട യുദ്ധത്തിന് പോകുമ്പോൾ. കാരണം യുദ്ധത്തിൽ ജയിച്ചു കഴിയുമ്പോൾ നിങ്ങൾ പറയും ആൾബലം കൊണ്ട് ജയിച്ചതാണ്, അങ്ങനെ നിങ്ങൾ വൻപ് പറഞ്ഞേക്കാം, അത് വേണ്ട എന്ന് കർത്താവ് നിർദ്ദേശിക്കുന്നത് കാണാൻ പറ്റും. സുഭാഷിതങ്ങൾ 27 വചനം കൂടി എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിന്റെ നാവല്ല നിന്നെ പ്രശംസിക്കേണ്ടത്, അന്യരുടെ നാവാണ്. നീ തന്നെ നിന്നെ പ്രശംസിച്ചാൽ അത് വൻപ് പറച്ചിലാകും, ആത്മപ്രശംസയായി മാറും, അത് പാപമാകും. 4 കാര്യമാണ് തള്ളിക്കേറിയുള്ള സംസാരം. പ്രഭാഷകൻ 20:6 വചനം വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, തള്ളിക്കേറി സംസാരിക്കുന്നവൻ അവൻ വെറുക്കപ്പെടും എന്നാണ്. അവസാനത്തെ 5 കാര്യം, മുറിപ്പെടുത്തുന്ന സംസാരം നമ്മുടെ വിലകെടുത്തുന്ന ഒരു കാര്യമാണ്. വിധിച്ച് സംസാരിക്കുന്നതായിരിക്കാം, ഇല്ലാത്തത് ഉണ്ടാക്കി പറഞ്ഞ് സംസാരിക്കുന്നതായിരിക്കാം. ഇതെല്ലാം നമ്മുടെ വില കളയുന്ന കാര്യങ്ങളാണ്. റോമാലേഖനം 2-1 വചനം, റോമാലേഖനം 12-3 വചനം, ഇതെല്ലാം ആ കാര്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രഭാഷകൻ 23:15, നിന്ദനം ശീലിച്ചവർ ഒരിക്കലും പക്വത നേടില്ല. നിന്ദിച്ച് സംസാരിക്കുന്നവര്. സുഭാഷിതങ്ങൾ 12-18, സങ്കീർത്തനം 52-2-4 വരെയുള്ള വചനഭാഗം വായിക്കുമ്പോൾ വാക്പ്രഹരം, വാക്കുകൊണ്ട് നമുക്ക് മറ്റുള്ളവരെ അടിക്കാനും മുറിപ്പെടുത്താനും പറ്റും. വാക്പ്രഹരം അത് ശരീരത്തിൽ തുളച്ചു കയറുന്ന അസ്ത്രം പോലെയാണ്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ സംസാരത്തെ ക്രമീകരിച്ച് വിലയുള്ളവരാകാൻ നമുക്ക് ആഗ്രഹിക്കാം. വിലകെടുത്തുന്ന കാര്യങ്ങൾ ഒഴിവാക്കാൻ പ്രത്യേകം പരിശ്രമിക്കുകയും ചെയ്യാം. വീണ്ടും വിചാരമില്ലാതെ സംസാരിക്കുന്ന ശീലമുള്ള വ്യക്തികളുണ്ട്. അവരുടെ മാനസാന്തരത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. നല്ലവനും ലോകരക്ഷകനുമായ ദൈവമേ, ഈ നോമ്പുകാലം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവ് നഷ്ടമായാൽ അവൻ എന്തു നേടി എന്നരുൾ ചെയ്ത ദൈവമേ, ആത്മീയ നന്മകളാൽ ഞങ്ങളെ അലങ്കരിക്കുകയും ആത്മരക്ഷ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യണമേ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഞങ്ങളെ സഹായിക്കുകയും ഈ ആരാധനയിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന നിയോഗങ്ങൾ നിറവേറ്റി തരികയും ചെയ്യണമേ. ആമേൻ. നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും സ്വീകരിക്കാം.
യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അവിടുന്ന് കൈക്കൊണ്ട് ഞങ്ങൾക്ക് നന്മയാകുന്നത് നൽകി അനുഗ്രഹിക്കുവാൻ തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും നമുക്ക് നാളെ ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.